ഇറാൻ ഇസ്രായേൽ നടത്തിയ വമ്പൻ ആക്രമണത്തിന് തിരിച്ചടി ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇറാന്റെ ആണവ റിയാക്ടറുകൾ തകർത്തു എന്നുള്ളൊരു വലിയ വാർത്ത തന്നെയാണ് വരുന്നത്. ലോകം കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയാണ്. ഇറാനിലുള്ള ഇസ്ഫഹാനി സ്ഥിതി ചെയ്യുന്ന ആണവ റിയാക്ടറിന് നേർക്കായിരുന്നു ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത്. അണുവികിരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. പക്ഷെ അതിന് കാരണം അവിടെയുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് IDF പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ അരാക്കനിൽ ഉള്ള ഒരു ആണവ കേന്ദ്രത്തിന് നേർക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഇസ്രായേൽ ആണവ റിയാക്ടറുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നില്ല, ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു. പക്ഷേ ഇത് ആണവ റിയാക്ടറിന് നേർക്ക് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഭീകരമായ ഒരു ആക്രമണം തന്നെയാണ്. കാരണം ഇതിന്റെ അണുവികിരണം വലിയ നാശനഷ്ടങ്ങൾ ഒരു രാജ്യത്തിനും ഒരുപക്ഷെ സമീപ രാജ്യങ്ങൾക്കും സംഭവിച്ചേക്കാൻ ഇടയുണ്ട്. അതിനിടയിൽ അമേരിക്കയുടെ ഒരു വലിയ തീരുമാനം കൂടി എത്തിയിരിക്കുന്നു. അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കുചേരും എന്ന് ഇസ്രായേലിനെ അറിയിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നു. അത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആക്രമണമായിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് പശ്ചിമേഷ്യയിലടക്കം അമേരിക്കൻ സൈനികരും സൈനിക ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഫെഡറൽ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് എക്കണോമിസ്റ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ലിമിറ്റഡ് ആയിട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മാത്രം തകർക്കുക എന്നൊരു രീതിയിലേക്കായിരിക്കും അമേരിക്ക ആക്രമണം നടത്തുക. അത് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ ഈ വാരാന്ത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രൈഡേയോ സാറ്റർഡേയോ ആയിരിക്കണം ഈ ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും അതിന് തൊട്ട് മുൻപ് ട്രംപ് പരസ്യമായി തന്നെ ഒരു പ്രസ്താവന നടത്തുമെന്ന് കൂടി ഈ ഏജൻസികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.